ഓക്കെ. ന്യൂഹ അതാരാണ്? മെയിൽ ഐ ഡി മാറിയതാണോ? ഉം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡ്സ് മാനേജർ ആയിരുന്നു. അപ്പോൾ അക്കൗണ്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ട്, അതായത് നിങ്ങളുടെ ആഡ് അക്കൗണ്ട് നമുക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നലെ ഗ്രൂപ്പിൽ എന്ത് ചെയ്ത് ഗ്രൂപ്പിൽ വീഡിയോ ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരും ഷെയർ ചെയ്ത് കണ്ടിട്ടില്ല. ഓക്കെ. നമ്മൾ അക്കൗണ്ട്, അതായത് നിങ്ങൾ ചെയ്ത വർക്ക് ഓക്കെ ആണോ നോക്കാനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, വീഡിയോ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ. ഇതിലിപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത് റിസ്വാന ചോദിച്ചിട്ടുണ്ടായിരുന്നു. റിസ്വാന തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവർക്ക് എന്താ പറ്റി? ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഹലോ ഷബീബ. ഓക്കെ. റഷീദ ലീവായിരുന്നു. അല്ലാത്ത ഷാഹിദ, ഷബീബ, മൃദുല ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ടായിരുന്നോ? ആ ഷബീബ ചെയ്തിട്ടുണ്ടായിരുന്നോ? ചെയ്തിട്ടില്ലായിരുന്നു. ഓക്കെ. എന്ത് പറ്റി? ഞാൻ വിചാരിച്ചത് അത് ഞങ്ങളൊരു പ്രൊഡക്റ്റ് ഇറക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പൊ അത് ഇതിൽ കൂടെ ചെയ്യാന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അത് 2 ദിവസം കൂടി ലേറ്റ് ആവുന്ന പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചത് കയ്യിൽ കിട്ടിയിട്ട് ചെയ്യാന്ന്. അത് നമ്മൾ വേറെ തന്നെ പ്രൊജക്റ്റ് നമ്മൾ വേറെ തന്നെ ചെയ്യും കേട്ടോ. അതായത് ഇപ്പോൾ നിങ്ങൾ പെയ്ഡ് ആയിട്ട് ഒരു അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും, വേറെ തന്നെ നമ്മൾ ചെയ്യും. പക്ഷേ നമ്മളിത് പ്രാക്ടീസ് ആകാനും വേണ്ടിയിട്ടാണ്, അതായത് നമ്മുടെ ക്യാമ്പയിൻസ് ഡാഷ്ബോർഡിൻ്റെ പ്രാക്ടീസിനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ഈ ക്യാമ്പയിൻസ് ചെയ്യിപ്പിക്കുന്നത്. മനസ്സിലായില്ല? അതായത് ഓരോ ഒബ്ജക്റ്റീവുകളും എന്തൊക്കെ മെട്രിക്സ് ആണ്, എങ്ങനെയൊക്കെ യൂസ് ചെയ്യാമെന്ന് അറിയാനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പ്രാക്ടീസ് സെക്ഷൻ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അതെന്ത് ചെയ്യുക, എല്ലാവരും ചെയ്യണം. അപ്പോൾ നമ്മൾ പെയ്ഡ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത്, അതായത് പൈസ കൊടുത്തില്ല അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത്, അത് നമ്മൾ എന്ത് ചെയ്യും, വേറെ തന്നെ ചെയ്യും. അതെല്ലാവരും ചെയ്യണം. അത് എന്ത് ചെയ്യും, പ്രൊജക്റ്റായിട്ട് നിങ്ങൾക്ക് എന്തുണ്ട് ഇതിലുണ്ടാവും. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഒന്നില്ലെങ്കിൽ നിങ്ങളെ റിലേറ്റീവോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ വർക്ക് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ഓൺ ആയിട്ടില്ല എന്തെങ്കിലും ജസ്റ്റ് ഒരു വീഡിയോ വ്യൂ ക്യാമ്പയിനെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ റീച്ച് ക്യാമ്പയിനെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം. ഓക്കെ. ഒരു 100 റുപ്പീസ് മിനിമം. ഇപ്പോൾ വീഡിയോ വ്യൂ ക്യാമ്പയിൻ എന്ന് പറയുന്നത് 100 റുപ്പീസ് ആണ് വരിക മിനിമം. അപ്പോൾ ആ ഒരു ക്യാമ്പയിനെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, മിനിമം ചെയ്തിരിക്കണം. ഓക്കെ. ഓക്കെ. ബാക്കിയുള്ള ഷാഹിദ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഹലോ ഷാഹിദ ഇന്നലെ പറഞ്ഞ വർക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നോ? ഓക്കെ. അപ്പോൾ നമ്മൾ ഏതൊന്നാമത് നമ്മുടെ ഈ ആഡ്സ് മാനേജർ എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ഡേ ടു ഡേ അപ്ഡേറ്റ് ആവുന്ന ഒരു കാര്യമാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു 14 ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഈ ആഡ്സ് മാനേജറിലോട്ട് കയറി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾ 15ാമത്തെ ദിവസം ഇതിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും മനസ്സിലാവില്ല. കാരണം എന്ത് ചെയ്തിട്ടുണ്ടാവും, അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഓരോ അതായത് ഓരോ ആഡ് സെറ്റ്, ആഡ് ലെവലൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും, മാറിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പ്രാക്ടീസ് സെക്ഷന് നിങ്ങൾ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാലേ എന്ത് ചെയ്യുള്ളൂ, അപ് ടു ഡേറ്റ് ആയിട്ട് നമുക്ക് ഒപ്പം പോകാൻ പറ്റുള്ളൂ. ഓക്കെ. അടുത്ത് മൃദുല ചെയ്തിട്ടുണ്ടായിരുന്നോ? ഹലോ ഹലോ മൃദുല. നമ്മൾ ഇന്നലെ പ്രാക്ടീസ് സെക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നോ? നമ്മുടെ ക്യാമ്പയിൻസ്, അവയർനെസ് ക്യാമ്പയിന് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നോ?
നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആഡ്സ് മാനേജറിൻ്റെ ഒരു ഡാഷ് ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ആഡ്സ് മാനേജറിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പോൾ ഗ്രൂപ്പിൽ എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യണേ. ആഡ്സ് മാനേജർ ക്രിയേറ്റ് ചെയ്യാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? ആഡ്സ് മാനേജർ ക്രിയേറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ആരാണ് ലെഫ്റ്റ് അടിച്ചത്? എല്ലാവർക്കും ആഡ്സ് മാനേജർ ക്രിയേറ്റ് ആയിട്ടില്ലേ? ഹലോ, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഷാഹിദ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. റഷീദ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ഓക്കെ. മൃദുല? ഓക്കെ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ക്യാമ്പയിന് അതായത് ഓരോ ദിവസം ഓരോ ഒബ്ജക്റ്റീവുകളാണ് നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ നിങ്ങൾ ആകെ ഒരു 1 hour മാത്രമേ ക്ലാസ് ഉള്ളൂ. നിങ്ങൾ അതായത് നമ്മളിപ്പോൾ അക്കാദമിയിലൊക്കെ ഒരു 1 day കൊണ്ടുപോയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് റൺ ചെയ്ത് പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് സെക്ഷൻ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, പിറ്റത്തെ ദിവസം ആകുമ്പോൾ ഇത് എന്ത് ചെയ്യും, മറക്കും. ഓക്കെ. അപ്പോൾ നിങ്ങൾ അന്ന് എടുക്കുന്നത് എന്ത് ചെയ്യുക, അപ്പം തന്നെ പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഡാഷ്ബോർഡ് കാര്യങ്ങൾ, അതുപോലെ ഇതിൻ്റെ മെട്രിക്സ് കാര്യങ്ങൾ, അതുപോലെ എങ്ങനെ ചെയ്യാന്നുള്ളത് ഫെമിലിയറൈസ് ചെയ്യുക. അതായത് ഈ സോഫ്റ്റ്വെയർ എന്താണെന്നുള്ളത് ഫെമിലിയറൈസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത്. അത് കറക്റ്റായി കഴിഞ്ഞാൽ നമുക്ക് പിന്നീടില്ല പെട്ടെന്ന്, അതായത് ഒരു ക്യാമ്പയിനൊക്കെ, അപ്പോൾ ഈ അവയർനെസ് ക്യാമ്പയിനൊക്കെയാണ് നമുക്ക് ഈസിലി ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമ്പയിനാണ് ഈ അവയർനെസ് ക്യാമ്പയിൻ, വീഡിയോ ക്യാമ്പയിനൊക്കെ. ബാക്കി നമുക്ക് ഈ ലീഡ് ജനറേഷൻ ക്യാമ്പയിനും സെയിൽസ് ക്യാമ്പയിനൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചധികം റിസ്ക് ഉണ്ട് എന്നല്ല, നമ്മൾ കുറച്ചധികം അതിന്മേൽ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഹൈ എമൗണ്ട് ബിഡ് ചെയ്യുന്ന ക്യാമ്പയിനുകളാണ്, അതായത് ലക്ഷങ്ങളോ 10,000-ങ്ങളോ ബിഡ് ചെയ്യുന്ന ക്യാമ്പയിൻസുകളാണ് നമ്മൾ എൻഗേജ്മെൻറ്റ്, ലീഡ്സ്, പ്രൊമോഷൻ, സെയിൽസ് എന്ന് പറയുന്ന ഒബ്ജക്റ്റുകളൊക്കെ. അപ്പോൾ അതിൽ നമ്മൾ മിസ്റ്റേക്കുകൾ നമ്മൾ എന്ത് ചെയ്യരുത്, വരുത്തരുത്. അപ്പോൾ ഈ ആഡ്സ് മാനേജറിൻ്റെ ഡാഷ്ബോർഡ് നമ്മളെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് കറക്റ്റായിട്ട് അതായത് എവിടെ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അറിയണം. ഒരു മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാൽ, അതായത് ഇത് ഫേസ്ബുക്ക് എന്ന് പറയുന്നത് എന്താണ്, അൾട്ടിമേറ്റ് മാർക്കറ്റിംഗ് മെഷീനാണ്. നിങ്ങളുടെ അടുത്ത് നിന്ന് എങ്ങനെയൊക്കെ പൈസ എടുക്കാൻ പറ്റുന്നോ അതൊക്കെ എന്ത് ചെയ്യും, ഫേസ്ബുക്ക് നോക്കും. അപ്പോൾ ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, കുറേ അൺവാണ്ടഡ് ആയിട്ടുള്ള കുറേ ഓപ്ഷൻസുകളുണ്ട്. ഓക്കെ. ഈ ഓപ്ഷൻസ് ജസ്റ്റ് നിങ്ങളൊന്ന് മാറിക്കഴിഞ്ഞാൽ തന്നെ, അതായത് ഒരു 5 minute നിങ്ങൾ എന്ത് ചെയ്യാണ്, സിസ്റ്റത്തേക്ക് നോക്കാതെ നിങ്ങൾ വേറെ എവിടെയും പോയിട്ട് ക്യാമ്പയിനായിട്ട് പബ്ലിഷ് അടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഡിഫാൾട്ട് സെറ്റിങ്സൊക്കെ പോകും. അങ്ങനത്തെ കുറേ മിസ്റ്റേക്കുകൾ, അതായത് ലൂപ്പ് ഹോളുകൾ, കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ആഡ്സ് മാനേജറിലുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് നിന്ന് പൈസ തട്ടാൻ നോക്കുന്ന എല്ലാ വോയിസ് കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ടോ? അപ്പോൾ വോയിസ് റിസ്വാൻ ഒന്ന് കൂട്ടുക. ഓക്കെ. റെക്കോർഡിംഗ് ക്ലാസ് നമ്മൾ മാക്സിമം ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നത്. ഇന്നലത്തെ നമ്മൾ ഇന്ന് എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇന്ന് നോക്കാം കേട്ടോ റഷീദ. ഓക്കെ. ഇന്ന് മുതൽ റെക്കോർഡിങ്സ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഞാൻ ഒന്നാമത് റെക്കോർഡിങ്സ് കീപ്പ് ഓൺ ചെയ്യാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതിനായിട്ട് നിൽക്കും. ഓക്കെ. അതിന്ന് എന്ത് ചെയ്യണം, അപ്പോൾ അത് ചോദിക്കണം. ഓക്കെ. ഇപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ എന്തൊക്കെ എടുക്കുന്നില്ലത് എന്ത് ചെയ്യുക, ഒന്ന് ബാക്കിയുള്ളവരോടൊക്കെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും. അപ്പോൾ റെക്കോർഡിങ്സ് ഇന്ന് മുതൽ എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഫേസ്ബുക്ക് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് മാർക്കറ്റിംഗ് മെഷീനാണ്. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ്, ഒരു ടിക്ക് ബോക്സിൽ വരെ നമുക്ക് റിസൾട്ടുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച്, അതായത് ജസ്റ്റ് ഒരു ടിക്ക് ബോക്സ്, ജസ്റ്റ് ഒരു OTP വെരിഫിക്കേഷൻ, ഇതിൽ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിസൾട്ടുകൾ ഡബിൾ ആക്കാനും കുറക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഡാഷ്ബോർഡ് ഫെമിലിയറൈസ് ചെയ്യുക എന്നുള്ളത് മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഫേസ്ബുക്ക് ഡാഷ്ബോർഡ് ഫെമിലിയറൈസ് ചെയ്യുക എന്നുള്ളത്, അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് തന്നെ മസ്റ്റ്. നമ്മൾ എന്ത് ചെയ്യാണ്,
പൈസ ഇട്ട് കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൻ്റെ റിസൾട്ട് എങ്ങനെയൊക്കെ എന്തൊക്കെയാന്ന് ഉള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ആദ്യം നിങ്ങൾ ഡാഷ്ബോർഡ് ഫെമിലിയറൈസ് ചെയ്യുക. സോഫ്റ്റ്വെയർ എന്താ, ഇതെങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെ ഫെമിലിയറൈസ് ചെയ്യുക. അതിനാണ് എന്ത് ചെയ്യുന്നത്, നമ്മളിപ്പോൾ ഈ പ്രാക്ടീസ് സെഷൻ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ക്യാഷ് ഇട്ട് കഴിഞ്ഞാൽ, അതായത് എമൗണ്ട് ബിഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിസൾട്ടോ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇവിടെ ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് എന്ത് ചെയ്യും, കിടക്കും. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണ്ട, പബ്ലിഷ് കൊടുക്കണ്ട കേട്ടോ. നിങ്ങളൊരു ക്യാമ്പയിൻസും പബ്ലിഷ് കൊടുക്കരുത്. പബ്ലിഷ് കൊടുത്തു കഴിഞ്ഞാൽ അക്കൗണ്ട് എററാവും. കാരണം നിങ്ങൾ അക്കൗണ്ടിൽ പേയ്മെൻറ്റ് ഇല്ലാത്തതാണ്. അപ്പോൾ അക്കൗണ്ട് എററായി കഴിഞ്ഞാൽ അക്കൗണ്ട് സസ്പെൻഡ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ക്യാമ്പയിനിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ അവെയർനെസ് ആണ്. ഓക്കെ, അവെയർനെസ്. ഇപ്പോൾ ഈ അവെയർനെസ്സിൽ നമ്മൾ എന്ത് ക്യാമ്പയിൻസാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഓർമ്മ ഉണ്ടോ? ആ, ലൈഫ് ടൈം എന്ന് പറയുന്നത് ബഡ്ജറ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ക്യാമ്പയിൻ ചൂസ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്, അതായത് നിങ്ങളോട് ഒരാൾ വന്നിട്ട് പറയാണ്, അതായത് ഒരു ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അൾട്ടിമേറ്റ് ഗോൾ, അതായത് നിങ്ങളെ മനസ്സിൽ വേണ്ടതെന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ റിസൾട്ട്, എൻഡിൽ നമുക്ക് എന്ത് റിസൾട്ട് കിട്ടണം എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യാണ്, ഫസ്റ്റ് നമ്മളോട് ഒരു ക്ലയൻറ്റ് അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാണ്, നമുക്ക് ഒരു മഞ്ചേരി ഒരു 1 lakh ആൾക്കാരിലേക്ക് എന്ത് ചെയ്യണം, നമ്മളെ ക്യാമ്പയിൻസ് ഒന്ന് റീച്ച് ചെയ്യണം. അപ്പം അങ്ങനെയൊക്കെ ഒരാൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അവെയർനെസ് ക്യാമ്പയിൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഓഫർ വീഡിയോ എന്തെങ്കിലും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു വീഡിയോ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ലോക്കലി അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒന്ന് പ്രൊമോട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വീഡിയോ നിങ്ങളെ ഗ്രൂപ്പിലോട്ട് വരും. അതൊന്ന് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ഞാൻ ഗ്രൂപ്പിലൊരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ആ വീഡിയോ ഒന്ന് വാച്ച് ചെയ്യുക. ഓക്കെ, ഒരു 5 മിനിറ്റ് ടൈം തരും. അപ്പോൾ ആ വീഡിയോയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടത് നിങ്ങൾക്ക് എന്തൊക്കെയാണെന്നുള്ളത് കണ്ടത് മനസ്സിലായത് നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് നമ്മൾ ചോദിച്ചുമ്പോൾ എന്ത് ചെയ്യണം, പറയണം. ഓക്കെ, അപ്പോൾ ഒരു 5 മിനിറ്റ് ടൈം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. ആ വീഡിയോ എത്താത്ത ആൾക്കാരുണ്ടോ? അപ്പോൾ ഗ്രൂപ്പിൽ എത്തിയിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്തിട്ട് ആ വീഡിയോ എന്ത് ചെയ്യുക, ഒരു 1-2 തവണ നിങ്ങൾ എന്ത് ചെയ്യുക, വാച്ച് ചെയ്യുക. ഓക്കെ,
ഇതാണ് അത് ഇന്നലെ അങ്ങനെയല്ലേ സംഭവം എന്തായിരുന്നു ഇന്നലെ പറ്റിയത് ക്ലാസ് ഇങ്ങനെ എടുത്തു 3 മണിക്കൂറായിട്ട് ലാപ്ടോപ്പ് പിന്നീടായിരുന്നു പിന്നെ റെക്കോർഡ് ചെയ്തു. ഹലോ, വീഡിയോ ഡൗൺലോഡ് ആകാത്ത ആൾക്കാരുണ്ടോ? വീഡിയോ കാണാത്ത വൺ ടൈം എങ്കിലും കാണാത്ത ആൾക്കാരുണ്ടോ? സ്റ്റൈഫൻഡ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഫുള്ളി AI ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് പഠിച്ചാലോ? ഇന്ത്യയിലെ തന്നെ പ്രധാന IT ഹബ്ബായ ബിലാൽ അക്കാദമിയാണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. അതെ,
മീഡിയ പ്രൊഡക്ഷൻ ആൻഡ് മാർക്കറ്റിംഗ് ഫുള്ളി AI ഇന്റഗ്രേറ്റഡ് ആയിട്ട് നിങ്ങൾ പഠിപ്പിക്കുന്ന കോഴ്സാണ് DMC Pro അഡ്വാൻസ്ഡ് ഡിജിറ്റൽ മാസ്റ്ററി കോഴ്സ്. 100% ജോബ് ഗ്യാരണ്ടി ചെയ്യുന്ന ഈ ഒരു കോഴ്സിൽ അഡ്വാൻസ് AI ടൂൾസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഗ്രാഫിക് ഡിസൈനിങ്, വീഡിയോ എഡിറ്റിംഗ്, ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, വെബ്സൈറ്റ് ഡെവലപ്മെന്റ് ഇവയെല്ലാം കമ്പൈൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. സോ ഈ ഒരു കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ എൻറോൾ നൗ. ഹലോ ഹലോ വീഡിയോ കണ്ടായിരുന്നോ? ഹലോ വീഡിയോ കണ്ടായിരുന്നോ? ഓക്കെ, എന്തൊക്കെയായിരുന്നു മനസ്സിലായതെന്ന് പറയാമോ? വീഡിയോ 38 സെക്കൻഡ് ആണുള്ളത്. ആ, പിന്നെ പറയുന്ന ഓരോ കാര്യങ്ങളും അതിന്റെ ഇടയിൽ താഴെ എഴുതി കാണിക്കുന്നുണ്ട്. അതായത് ഓക്കെ. പിന്നെ വെബ് ഡിസൈനിങ്, അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ചിത്രം അതിലേക്ക് കൊണ്ടുവരുന്നുണ്ട്, ആ ഒരു വീഡിയോയിൽ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇനി നമ്മൾ വാച്ച് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും നോക്കുക. വേറെ എന്തൊക്കെയാ ഷെബീബ മനസ്സിലായത്? ഷെബീബ ഇതൊക്കെ തന്നെ മനസ്സിലായത്. പിന്നെ 1 lakh എന്ന് പറയുമ്പോൾ അതും എഴുതി കാണിക്കുന്നുണ്ട്. പൈസ നോട്ട് അതൊക്കെ തന്നെ. ഓക്കെ. പിന്നെ ഷാഹിദക്ക് എന്തൊക്കെ മനസ്സിലായത്? അവര് നമ്മളെ ജോയിൻ ചെയ്യാൻ വേണ്ടിട്ട് പ്രലോഭിപ്പിക്കുന്നുണ്ട്. എന്ത് കണ്ടിട്ടാ അത് അട്രാക്റ്റ് ആയത്? അതായത് പഠിച്ചോണ്ടിരിക്കുമ്പോ തന്നെ സ്റ്റൈഫൻഡ് ആയിട്ട് 1,50,000 കിട്ടുന്ന പറയുമ്പോ അതിൽ അട്രാക്റ്റ് ആയി. ഓക്കെ, ഷാഹിദ് പറയും. അതന്നെ 1,50,000 കേട്ടപ്പോ ഇതായി, അട്രാക്റ്റ് ആയി. ഓക്കെ, മൃദുല? അതില് 100% ജോലി ഗ്യാരണ്ടി തരുന്നുണ്ട്. ഓക്കെ, മൃദുല അട്രാക്ട് ചെയ്തത് 100% ജോബ് ഗ്യാരണ്ടി. പിന്നെ അടുത്ത് പറയൂ, മൃദുല പറഞ്ഞോളൂ, അടുത്ത് പറഞ്ഞോളൂ. പിന്നെ AI ടൂൾസിനെ പറ്റി പറയുന്നുണ്ട്, അതൊക്കെ പിക്ചറിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഇനി റാഷിദ? ഇതൊക്കെ തന്നെ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇതിൽ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്, നിങ്ങളൊക്കെ മാർക്കറ്റിംഗ് സ്റ്റുഡൻസ് ആണ്, ഇതിൻ്റെ മാർക്കറ്റിംഗ് കണ്ടന്റുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പലരും പറഞ്ഞു, ഞാൻ അട്രാക്ട് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ 1,50,000 കേട്ടപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തു, അട്രാക്റ്റ് ആയി. അതുപോലെ ചില ആൾക്കാർ പറഞ്ഞു 100%, ഇപ്പം മൃദുല പറഞ്ഞത് 100% ജോബ് പ്ലേസ്മെൻറ്റ് എന്ത് ചെയ്യാണ് ഒരു പറയുന്നുണ്ട്, അതിലാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, അട്രാക്റ്റ് ആയിട്ട്. ചില ആൾക്കാർ വീഡിയോ നല്ല എൻഗേജിങ് ആയിട്ട് ഉണ്ട് എന്നുള്ളത് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇതിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുള്ളത്. അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? കുറച്ച് സമയം കൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ഓക്കെ, വേറെ എന്തെങ്കിലും? വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അതായത് ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പക്കാ മാർക്കറ്റിംഗ് പ്രൊഫഷണൽ കണ്ടന്റ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ആ വീഡിയോ ഒന്നുകൂടി ഒന്ന് വാച്ച് ചെയ്ത് നോക്കൂ. ജസ്റ്റ് ഒന്നും കൂടി ആ വീഡിയോ ഒന്ന് വാച്ച് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് നോക്കൂ.
പീരീഡിൽ തന്നെ 1,50,000. ഓക്കെ പറഞ്ഞോളൂ. അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു പ്രൊമോഷൻ ആയിട്ടല്ലേ വരുന്നത്? അതെ, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രൊമോഷൻ തന്നെയാണ്. അതായത് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻസ് കൗണ്ട് ചെയ്യുക, കൂട്ടുക എന്നുള്ള ഒരു ഗോൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു വീഡിയോക്ക് ഉള്ളത്. ഓക്കെ, അപ്പോൾ ആ വീഡിയോ ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചു, എന്താണ് വീഡിയോയിൽ ഫസ്റ്റ് പറയുന്ന കണ്ടന്റ് എന്ന് പറയുന്നത്? ഫസ്റ്റ് ആയിട്ട് സ്റ്റൈഫൻഡ് ആയിട്ട് 1,50,000 പറയുന്നത്. അതെ, അതായത് ഫസ്റ്റ് തന്നെ നിങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നത് എന്ന് പറഞ്ഞാൽ അതായത് ഫസ്റ്റ് തന്നെ ഈ വീഡിയോയിൽ പറയുന്നത് എന്താണ്, ഇന്റേൺഷിപ്പ് പീരീഡിൽ തന്നെ 1,50,000 രൂപ എന്ത് ചെയ്യുക, സ്റ്റാർട്ടിങ് സാലറിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, മേടിക്കാന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, കേട്ടില്ലേ? ഇതിനെയാണ് നമ്മൾ 3 സെക്കൻഡ് ഹുക്ക് എന്ന് പറയാം. മനസ്സിലായോ? ഹുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വീഡിയോ വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ആ വീഡിയോയിൽ എന്തെങ്കിലും അട്രാക്റ്റ് ചെയ്ത നമുക്ക് എന്തെങ്കിലും, അതായത് നമ്മൾ ആ പേഴ്സൺ ആസ് എ പേഴ്സൺ ഓരോ പേഴ്സൺ അനുസരിച്ചും എന്ത് ചെയ്യണം, അട്രാക്റ്റിങ് മാറും. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് അട്രാക്റ്റ് ചെയ്ത് എന്താണ്, ഇന്റേൺഷിപ്പ് പീരീഡിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യുക, 1,50,000 സ്റ്റാർട്ടിങ് സാലറിയിൽ വാങ്ങാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്ത് ചെയ്തു, ഇവിടെ കുറേ ആൾക്കാർ എന്ത് ചെയ്തു, ആ വീഡിയോ ബാക്കി കാണാൻ അല്ലെങ്കിൽ ആ വീഡിയോയിൽ എന്ത് ചെയ്തു, അട്രാക്റ്റ് ചെയ്തു. ഇല്ലേ? അങ്ങനെ തന്നെ അല്ലേ? ചില ആൾക്കാർ എന്ത് ചെയ്തു, അതായത് ചില ആൾക്കാർ എന്ത് ചെയ്തു, ഇപ്പം മൃദുല പറഞ്ഞത് എന്താണ്, ഞാൻ 100% ജോബ് ഗ്യാരണ്ടി കാണുന്നുണ്ട് എന്നുള്ളത്. ഇപ്പം മൃദുലൻ്റെ ചിലപ്പോൾ ഒരു പെയിൻ പോയിന്റ് ചിലപ്പോൾ എന്തേക്കാരം 100% ജോബ് ഗ്യാരണ്ടി. ചില ആൾക്കാർക്ക് എന്തേക്കാരം ക്യാഷ് അതായത് സാലറി കൂടുതൽ കിട്ടുന്നതിലേക്കാരം ചിലപ്പോൾ ഓരോ ഒരു പെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ, നമ്മൾ വാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഓരോന്നും എല്ലാ അഡ്വർടൈസ്മെൻറ്റുകളും ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവില്ല, വാച്ച് ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടല്ലേ, നിങ്ങൾക്ക് പെയിൻ പോയിന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവുള്ളൂ, വാച്ച് ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആണ് എന്ത് ചെയ്യുന്നത്, ഈ വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ ഇതിൻ്റെ ഓഡിയൻസിനെ നിങ്ങൾ എന്ത് ചെയ്യണം, ഡിഫൈൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തൊക്കെ ലൊക്കേഷൻസ് ആരൊക്കെ കാണിക്കേണ്ടതെന്നൊക്കെ നിങ്ങൾക്കറിയോ? ഈ വീഡിയോയിൽ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വീഡിയോ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആരെയാണ് കാണിക്കേണ്ടത്, എവിടെയാണ് കാണിക്കേണ്ടത്, എത്ര ഏജ് കാറ്റഗറിയിലാണ് കാണിക്കേണ്ടത്, ഏത് ലൊക്കേഷനിലാണ് കാണിക്കേണ്ടത്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയോ? അറിയോ? പിന്നെ അടുത്ത ആള് പറഞ്ഞോളൂ. ഷബീബ, ഏത് ഏജ് കാറ്റഗറി, ഏത് ജെൻഡർ, എവിടൊക്കെ കാണിക്കണം, എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എല്ലാ ജെൻഡറും പെടും, കാരണം എഡ്യൂക്കേഷൻ ആയതുകൊണ്ട് എല്ലാ ജെൻഡറിനെയും നമുക്ക് കാണിക്കാം. പിന്നെ ഏജ് ഒരു 18 തൊട്ട് ഒരു 25-26 ഏജ് വരെ ഉള്ളവരെ കാണിക്കാം. ഓക്കെ, ഇനി അടുത്തത് ഷാഹിദ. നമുക്ക് ഇതിൽ ഏതൊക്കെ ഏജ് കാറ്റഗറി ആരൊക്കെ നമുക്ക് ഇതിൽ കാണിക്കാൻ പറ്റും? ഷാഹിദാന്റെ ഒരു ഫൈൻഡിങ്സ് പറയോ? 30-35. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് 30-35 ഒക്കെ ചൂസ് ചെയ്തു? ഇതില് ഈ ഒരു മേഖലയിൽ ഇപ്പോ എല്ലാവർക്കും പഠിക്കാലോ, ഏജിന്റെ ഒരു ലിമിറ്റ് ഉണ്ടോ? ഏജ് ലിമിറ്റ് ഇല്ല, പക്ഷെ നമുക്ക് എന്തൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാനുണ്ട്. ഓക്കെ, പറഞ്ഞോളൂ. 30-35 ആണ് പറഞ്ഞിട്ടുള്ളത്. ഏജ് അതായത് ജെൻഡർ അങ്ങനെ ഒന്നുമില്ല അല്ലേ, ന്യൂട്രലാണ്. ഓക്കെ, ഇനി അടുത്തത് മൃദുലന്റെ ഫൈൻഡിങ്സ് ഒന്ന് പറയോ? 30-35
ആ ഏജ് പ്രശ്നമില്ലാതെ കുഴപ്പമില്ല. ഓക്കെ. ഇനി അടുത്തത് റാഷിദ. അതേപോലെ 35 ഏജ് വരെയൊക്കെ 35 ഏജ് വരെയൊക്കെ പറഞ്ഞു. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞോളൂ. പ്ലസ് ടു വരെയാണോ അതിന്റെ ക്വാളിഫിക്കേഷൻ? അങ്ങനെയൊന്നുമില്ലല്ലോ. ഓക്കെ. അപ്പോൾ നമ്മളൊരു ക്രിയേറ്റീവ് അല്ലെങ്കിൽ ഒരു വീഡിയോ കിട്ടിക്കഴിഞ്ഞു. ആ ഇതിപ്പോ നമ്മളെ IT ഫീൽഡിനെ പറ്റിയല്ലേ പറയുന്നത് ഇതില്? അതെ, ഇത് പ്യുവർലി നമ്മൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. അങ്ങനെ ആവുമ്പോ നമുക്ക് 30 അല്ല 30 above പോവാലോ. 30 above പോവാം. ഒരു 40 കാരണം 30-40 വരെ. ഞാൻ ഇതിനു മുന്നേ ഒരു കോഴ്സ് ചേർന്നിരുന്നു. അപ്പൊ അതില് 50 വയസ്സായാലും 60 വയസ്സായാലും ഒക്കെ ഉണ്ടായിരുന്നു. 50 വയസ്സായാലും 60 വയസ്സായാലും ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇത് ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ എന്ന് ചോദിച്ചിരുന്നോ? അത് ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ ഇത് ലൊക്കേഷൻ എവിടെയാന്ന് ചോദിച്ചിരുന്നോ? അത് നോക്കിയിട്ടില്ല. ഓക്കെ. ഇതിന്റെ എത്ര ഫീസ് എന്ന് ചോദിച്ചിരുന്നോ? ചോദിച്ചിരുന്നോ? ഇതിന്റെ ഫീസ് വരുന്നത് 1,30,000 ആണ്. ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് ബാംഗ്ലൂരാണ്. ഇത് ഓഫ്ലൈൻ ആണ്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ. മൈക്ക് ഓൺ ആക്കൂ. ഹലോ, മൈക്ക് ഓൺ ആക്കൂ. പറ്റൂല. ഓക്കെ. അപ്പോൾ നമുക്ക് ഓഡിയൻസ് ഒന്നുകൂടി മാറ്റണം. ഒന്നുകൂടി പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത് ബാംഗ്ലൂരാണ്. പിന്നെ ഇതിൻ്റെ ഫീ വരുന്നത് ഏകദേശം 1,20,000 to 1,20,000 കൂട്ടിക്കോളൂ. ഓക്കെ. ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 6 months ആണ്. ഇനി നിങ്ങൾ ഇതിൻ്റെ ഒരു ഓഡിയൻസിനെ ഒന്ന് പറഞ്ഞാണി. 24. ഓക്കെ. ഏതൊക്കെ ആൾക്കാരെ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും? ഓക്കെ. ഇനി അടുത്തത് പിന്നെ അടുത്തത് ഷെബി പറഞ്ഞോളൂ. പിന്നെ ഈ എന്താ പറയാ, ഈ ഫീസ് കൊടുക്കാൻ പറ്റുന്നവരാവണം. കാരണം ഇത് വലിയൊരു ഫീസാണ്. അപ്പൊ ഈ വലിയൊരു ഫീസ് കൊടുത്ത ആരെക്കാരും കൂടുതലായിട്ട് പഠിക്കാരെക്കാരം? പൈസ ഉള്ളവരാണ്. ഈ വലിയൊരു ഫീസ് 1,20,000 ഫീസ് കൊടുത്തപ്പോ ഷെബീബ ഇനി പഠിക്കുവോ? എന്താ? ഓക്കെ. ഇനി അടുത്തത് ഷാഹിദ പറഞ്ഞോളൂ. ഏതെങ്കിലും വലിയ ബിസിനസ് റൺ ചെയ്യുന്ന ഏതെങ്കിലും കീഴിലുള്ളൊരു ഡിജിറ്റൽ മാർക്കറ്റർ ആവുമോ? എന്ത്? അല്ല, അതിന് വേണ്ടിട്ട് അല്ല, സോറി. ഈ 1,20,000 എന്ന് പറയുന്നത് മറ്റേ വലിയ ബിസിനസ്മാൻ്റെ മക്കൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ട് ഒന്നല്ല ഇന്നത്തെ കാലത്ത്. ഇപ്പോൾ നോർമലി നമ്മളൊരു BBA കൊടുക്കണം ഈ ഫീസ്. ഇപ്പോൾ നമ്മളൊരു എഞ്ചിനീയറിങ്, അതായത് ഒരു എൻട്രൻസ് കോച്ചിങ്ങിന് പോകുമ്പോൾ വേണം ഈ ഫീസ്. ആരേക്കാരം ഇതിന്റെ റൈറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത്? ആരേക്കാരം? ഒരു ബിസിനസ് ചെയ്യുന്ന ആരെങ്കിലൊക്കെ ആണോ? ഓക്കെ. പറഞ്ഞോളൂ. നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യുന്ന ഓഡിയൻസിനെ പറഞ്ഞോളൂ.
+2 കഴിഞ്ഞ ആൾക്കാർ. ആ പ്ലസ് ടു കഴിഞ്ഞ ഡിജിറ്റലേക്കാൻ ചെയ്യാൻ സ്കില്ലില് കുട്ടികളുണ്ടാവില്ലേ, ആ ഇൻട്രസ്റ്റില് കുട്ടികൾ. ആ ആ ആ ഓല് ഓക്കെ. പിന്നെ അടുത്തത് മൃദുല പറയും. ഒരു 18, 25, 26 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പഠിക്കാം. പിന്നെ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണമെങ്കിൽ ഈ പൈസ ലോൺ എടുത്തായാലും അടച്ചിട്ടെങ്കിലും പഠിക്കാം. പിന്നെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആ ലോൺ അടച്ചു തീർക്കാമല്ലോ. ആ ആ ആ ഓക്കെ അങ്ങനെ. ഓക്കെ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഓഡിയൻസിനെ നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഓഡിയൻസ് ആണ് അല്ലേ അല്ലേ ഓരോരുത്തർക്കും ഓരോ ഓഡിയൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പോൾ നമ്മൾ ഒരു ക്രിയേറ്റീവ് അല്ലെങ്കിൽ ഒരു ബിസിനസ് നിങ്ങളെ കയ്യിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ അറിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചോദിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങളുടെ അടുത്തേക്ക് ഇതുപോലെ ഞാനിപ്പോൾ എന്ത് ചെയ്യാണ്, ഗ്രൂപ്പിലൊരു വീഡിയോ ഇട്ട് തന്നു. അപ്പോൾ നിങ്ങളോട് എന്ത് ചെയ്തു, ഇതിൻ്റെ നിങ്ങൾക്ക് പറയാൻ പറ്റിയ, അതായത് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ പറയാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ആദ്യം പറഞ്ഞത് എന്തൊക്കെയാണ്, വീഡിയോയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനത്തെ ഉക്കുകൾ കൊടുത്തിട്ട്, അതായത് ഇന്ന കണ്ടൻറ്റുകൾ ഇതിൽ പറഞ്ഞു. പിന്നെ ചോദിച്ചപ്പോൾ അതിൻ്റെ ഓഡിയൻസ് പറഞ്ഞു. ഓക്കെ. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു വീഡിയോ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ അതിൻ്റെ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ചോദിക്കണം. ഓക്കെ, പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ചോദിക്കണം. അതുപോലെ അപ്പോൾ ഈ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇപ്പോൾ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആഡാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആഡ് തരുമ്പോൾ നിങ്ങൾ എന്ത് ചോദിക്കണം, ആ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ ലൊക്കേറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കണം. അപ്പോൾ ആ ലൊക്കേറ്റ് ചെയ്യുന്ന സ്ഥലം നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ എങ്ങനെയൊക്കെ ഓഡിയൻസിനെ കണ്ടെത്തേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, ബാംഗ്ലൂരാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ബാംഗ്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ബാംഗ്ലൂരാണ്. അതുപോലെ എന്ത് ചെയ്യാണ്, ഇതിൻ്റെ ഒരു ഫീ വരുന്നത് ഏകദേശം 1,20,000 ഫീസ് വരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നതാണ് ഇതിൻ്റെ ജോബ് പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് 1,20,000, അതായത് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, 100% ജോബ് അഗ്രി കൊടുക്കുന്നുണ്ട്, അഷൂറൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു വീഡിയോക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത് ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. അതായത് 1,20,000 സ്റ്റൈപ്പൻഡ് കൊടുക്കും. അതുപോലെ നമ്മൾ എന്ത് ചെയ്യും, ജോബ് അഗ്രി ആയിട്ട് കൊടുക്കും. അതായത് ഇവരെ മെയിൻ ഹൈലൈറ്റുകൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഓഡിയൻസ് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഒരു 1,20,000 രൂപ ഒക്കെ കൊടുത്ത് പോവുകയാണെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പോവുക ആരേക്കാരം ഏറ്റവും കൂടുതൽ പോവുക, ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാമോ? ആർക്ക് ഈ കാര്യം പഠിക്കണം എന്ന് അത്രയും താല്പര്യമില്ല ആൾക്കാർ ആരേക്കാരം? ഓക്കെ, ബിസിനസ് ചെയ്യാൻ ഓല് ഓക്കെ. അപ്പോൾ ഓൽക്ക് MBA അല്ലേ, അല്ലെ BBA അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ അടുത്തത് ഷബീബ പറഞ്ഞോളൂ. സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് താല്പര്യമുള്ളവരുണ്ടാവില്ലേ, അപ്പൊ അവർക്കൊക്കെ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ പഠിച്ചാൽ നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ അഡ്മിഷൻസ് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, +2 കഴിഞ്ഞ കുട്ടികൾ. ഈ +2 കഴിഞ്ഞ കുട്ടികൾ എന്ത് ചെയ്യിക്കാരം, ഡിഗ്രിക്ക് അഡ്മിഷൻ ചിലപ്പോൾ കിട്ടാതെ വരുന്ന ആൾക്കാരുണ്ടാവും. അതുപോലെ കോഴ്സ് അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാരുണ്ടാവും. ഏറ്റവും കൂടുതൽ അതായത് ഏറ്റവും കൂടുതൽ കൗണ്ട് വരുന്ന പെർസെൻറ്റേജ് വരുന്നൊരു ഫീൽഡാണ് എന്ത്, +2 കഴിഞ്ഞ സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവർക്ക് ഈ കാര്യം അർജൻസി കൂടുതലുണ്ടാവുക അല്ലേ. ഇവൽക്കാണ് എന്ത് ചെയ്യുക, ഡിഗ്രിക്ക് കിട്ടിയില്ലല്ലോ, നമുക്ക് എന്തെങ്കിലും ആഫ്റ്ററായിട്ട് എന്തെങ്കിലും കോഴ്സ് പഠിക്കണ്ടേ, അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കണ്ടേ എന്നുള്ളത് ഏറ്റവും കൂടുതൽ അർജൻസി വരുന്ന ഒരു കാറ്റഗറി എന്ന് പറയുന്നത് നമ്മളെന്താണ് റൈറ്റ് ആയിട്ട് വരുന്നത് നമുക്ക് +2 കഴിഞ്ഞ സ്റ്റുഡൻസും അതുപോലെ എന്താണ് ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസും ആണ്. അതായത് ഒന്ന് വരുന്നത് നല്ലൊരു കോഴ്സ് അല്ലെങ്കിൽ നല്ലൊരു ജോലി, അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ എന്ത് ചെയ്യാണ് അതായത് കംപ്ലീഷൻ കോഴ്സുകളുണ്ട്. ഇപ്പോൾ കംപ്ലീഷൻ കോഴ്സായിട്ട് ചില ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഗ്രി കഴിഞ്ഞിട്ട് തുടർന്ന് പഠിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ കംപ്ലീഷൻ കോഴ്സായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ചൂസ് ചെയ്യാം.
ഓക്കെ. അപ്പോൾ നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു ഇത് വരുന്നത് നമുക്ക് 8 മാസത്തോളം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ വരുന്നുണ്ട്, അക്കാദമിക് ഡ്യൂറേഷൻ വരുന്നുണ്ട്. ഈ അക്കാദമിക് ഡ്യൂറേഷനിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ 26 വയസ്സായ ആൾക്കാർ പിന്നെയും പഠിക്കാൻ പോകുമോ? ഓക്കെ. ഒരു 26 വയസ്സായ ആൾക്കാർ പഠിക്കാനില്ല, വീണ്ടും ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയി സ്പെൻഡ് ചെയ്യാനില്ല ഒരു താല്പര്യം എന്ന് പറയുന്നത് വളരെ കുറവേക്കാരം. ഒരു ബിലോ 10%, 20% ഒന്നും ഉണ്ടാവില്ല, ഒരു ബിലോ 10% ഒക്കെ ഉണ്ടാവുള്ളൂ. ഓക്കെ, അങ്ങനെ തന്നെ അല്ലേ? ഒരു 26 വയസ്സിന് ശേഷം ഓൺലൈൻ പ്രിഫർ ചെയ്യും, പക്ഷേ ഓഫ്ലൈൻ മോഡ് എന്ത് ചെയ്യില്ല, അധികം ആൾക്കാരും പ്രിഫർ ചെയ്യൂല. ഓക്കെ, മനസ്സിലായോ? ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഒരു ഓഡിയൻസ് ജസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് പറഞ്ഞുതരാം. അതായത് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മൾ ബാംഗ്ലൂരാണ്. ഓക്കെ. അപ്പോൾ ബാംഗ്ലൂരത്തെ സ്റ്റുഡൻസ് പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ആൾക്കാരും കേരളത്തിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ബാംഗ്ലൂരിലോട്ട് എന്ത് ചെയ്യുന്നത്, ഷിഫ്റ്റ് ആവുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു മാർക്കറ്റ് സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കേരളം മൊത്താകെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കേരളം ഒന്നാകെ നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ബാംഗ്ലൂർ ലൊക്കേഷനും നമുക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റിംഗ് ചെയ്യാം. ഓക്കെ. അപ്പോൾ അധികം നമുക്ക് മെയിനായിട്ട് വരുന്നത് കേരളമാണ്. അതായത് നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് എന്താണ്, മലയാളം കണ്ടൻ്റാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, കേരള ഒട്ടാകെ നമ്മൾ ലൊക്കേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫിക്സ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു ഏജ് കാറ്റഗറി എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ്, ഒരു +2 കഴിഞ്ഞ സ്റ്റുഡൻസ് ടു ഒരു 24 ഒക്കെ നമുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ, PG വേണ്ട, ഒരു ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസ് വരെ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, മാക്സിമം നമുക്ക് അഡ്മിഷൻ എടുക്കാനുള്ള ഒരു ചാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ഏജ് നോക്കാം, ഒരു 18 to ഒരു 21 വരെ ഒരു ഡിഗ്രി, അല്ലെങ്കിൽ 22 അല്ലെങ്കിൽ 23 വരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഏജ് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഓക്കെ ആണോ? മനസ്സിലായോ? ഹലോ, മനസ്സിലായോ? അതായത് നമ്മൾ ഇതിൻ്റെ ആദ്യം നിങ്ങൾ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു വീഡിയോ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതായത് ഇതിൻ്റെ പ്രൈസ് എത്ര, ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്, ഇതിൻ്റെ ഇപ്പോൾ ബഡ്ജറ്റ് പറഞ്ഞിട്ടില്ല. ബഡ്ജറ്റ് അതായത് നിങ്ങളിപ്പോൾ ഒരു ഹയറിങ് ക്യാമ്പയിനൊക്കെ വിടുകയാണെന്നുണ്ടെങ്കിൽ എത്ര ഡ്യൂറേഷനിലാണ് വിടേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, അതൊന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ. ഇപ്പോൾ ഫസ്റ്റ് നിങ്ങൾ അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ഓഡിയൻസിനെ ആരെ കാണിക്കണം എന്നറിയണം, അതുപോലെ എവിടെ കാണിക്കണം എന്ന് അറിയണം. അപ്പോൾ ഈ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കൊരു ക്യാമ്പയിനെ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ മുമ്പ് ചെയ്ത ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ അവയർനെസ് ക്യാമ്പയിൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണ്ട, ജസ്റ്റ് ഒരു വീഡിയോ നമുക്ക് വ്യൂസ് മാത്രം കൂട്ടിയാൽ മതി. പക്ഷേ ഇതിൽ വ്യൂസ് മാത്രം കൂട്ടിയിട്ട് ഇത് എല്ലാവരും കാണിക്കാന്ന്, അതായത് നമ്മൾ കാർഡടക്കി വെടിവെക്കുക എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് ഇതിൽ വരരുത്. അതായത് ആൾക്കാരാകെ കാണിച്ചിട്ട് എന്താ, അപ്പോൾ അതിന് ഒരാളെ തപ്പിയെടുക്കുക എന്ന് പറയുന്നത് എന്താണ്, റിസ്ക്കാണ്. അപ്പോൾ നമ്മൾ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആകെ കാണിച്ചിട്ട് അതിൽ നിന്ന് ആൾക്കാരെ കിട്ടുക എന്ന് പറയുന്നത് നമ്മുടെ കമ്പനി അങ്ങോട്ട് വെളുക്കും. അതായത് ഇന്ത്യയിൽ നിന്ന് അതായത് കേരളം അല്ലെങ്കിൽ ഇന്ത്യ ആകെ കാണിച്ചിട്ട് അതിന് ആരെങ്കിലും ഇൻട്രസ്റ്റ് ഇല്ലൊരു വന്നോട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളെ കമ്പനി വെളുക്കും. അതായത് നമ്മളെ അഡ്വർടൈസ്മെൻറ്റ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് അത്രയും ഹൈ ആയിക്കാരം. ഓക്കെ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഓഡിയൻസിനെ നമ്മൾ എന്ത് ചെയ്യണം, അറിയണം. നമ്മളിപ്പോൾ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ സ്ക്രീൻ കാണുന്നില്ലേ എല്ലാവർക്കും? സ്ക്രീൻ കാണുന്നില്ലേ? ഹലോ, കാണുന്നില്ല? അപ്പോൾ ജസ്റ്റ് എല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു അവയർനെസ് ക്യാമ്പയിൻ തന്നെയാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടില്ല, അതിൽ ഓഡിയൻസിനൊന്നും കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. ഓക്കെ. നമ്മൾ ഈ ഒരു അവയർനെസ് ക്യാമ്പയിനിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഓഡിയൻസിനൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ. നമ്മൾ അവയർനെസ് ഒബ്ജക്റ്റീവ് ചൂസ് ചെയ്തു, ദെൻ എന്ത് ചെയ്തു, കണ്ടിന്യൂ എടുത്തു. ഓക്കെ. കണ്ടിന്യൂ കൊടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു പേര് കൊടുക്കാൻ പറയുകയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്ത ആൾക്കാരൊന്ന് ശ്രദ്ധിക്കുക. അതായത് നമ്മൾ 3 ലെയറായിട്ടാണ് നമ്മൾ ഒരു ക്യാമ്പയിൻ വരുന്നത്. ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ്, രണ്ടാമത്തെ ലെയർ എന്ന് പറയുന്നത് ആഡ് സെറ്റ്, മൂന്നാമത്തത് ആഡ്. അതായത് ഫസ്റ്റ് ലെയറിൽ നമ്മൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ക്യാമ്പയിൻ ഒബ്ജക്റ്റീവുകളെ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത്.
രണ്ടാമത്തെ ലെയർ എന്ന് പറഞ്ഞാൽ ആഡ് സെറ്റാണ്. ഈ ആഡ് സെറ്റിലാണ് നമുക്ക് കുറച്ച് കൂടുതൽ പണിയെടുക്കാനുള്ളത്. അതായത് നമ്മൾ ആ ആഡ് ആര് കാണണം, എവിടെ കാണണം, എത്ര വയസ്സ് കാണണം, എന്തൊക്കെ രീതിയിൽ എവിടെയൊക്കെ കാണണം, ലൈക്ക് ഇൻസ്റ്റാഗ്രാം ആണോ ഫേസ്ബുക്ക് ആണോ എന്നുള്ളതൊക്കെ ചൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റം, അതായത് ആഡ് സെറ്റാണ് ലെയറാണ് ആഡ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, ക്യാമ്പയിന് പേര് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഇന്നലെ ആരോ വീഡിയോ അയച്ചു തന്നപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ന്യൂ അവയർനെസ് ആഡ് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അത് പേര് കൊടുക്കാത്തതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അത് ഡിഫാൾട്ട് നെയിമിലോട്ട് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു ക്യാമ്പയിന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അതിന് എന്ത് ചെയ്യണം, ഒരു പേര് കൊടുക്കണം, അല്ലെങ്കിൽ അതിൽ ഡിഫാൾട്ട് നെയിമാണ് കാണിക്കുക. അങ്ങനെ ഡിഫാൾട്ട് നെയിം കാണിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് എന്താണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഫസ്റ്റൊക്കെ നമുക്ക് ചിലപ്പോൾ കുഴപ്പമുണ്ടാവില്ല, പക്ഷേ ഒരു 5-6 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, മറക്കും എന്താണ് നമ്മൾ ഈ ക്യാമ്പയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് നെയിം കൊടുക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ബി ലേൺ അക്കാദമിൻ്റെ ഒരു ക്യാമ്പയിനാണ് ചെയ്യുന്നത്. അപ്പോൾ ബി ലേൺ അക്കാദമി അഡ്മിഷൻ, അതായത് ബി ലേൺ അക്കാദമീൻ്റെ ഒരു പേര് ഞാൻ കൊടുത്തു. ദെൻ എന്ത് ചെയ്യാണ്, എന്ന് ചെയ്തു എന്നുള്ളത് ഇത് ഓപ്ഷനിലാണ്, ഡേറ്റ് ഓപ്ഷനിലാണ്. അപ്പോൾ ക്യാമ്പയിൻ്റെ നെയിം നമുക്ക് എന്തും ചേഞ്ച് കൊടുക്കാം കേട്ടോ. ഞാൻ എന്ത് ചെയ്തു, ഡേറ്റ് കൊടുത്തു 13/8/2025. ഓക്കെ, ഇത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, കോപ്പി ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ആഡാണ്, അതായത് ക്യാമ്പയിൻ ഒബ്ജക്റ്റീവാണ് ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാമ്പയിൻ നെയിം നമ്മൾ എന്ത് ചെയ്തു, കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ക്യാമ്പയിൻ നെയിം നമ്മൾ ചൂസ് ചെയ്തു. ദെൻ രണ്ടാമത്തേതായിട്ട് വരുന്നത് നമുക്ക് ഈ അഡ്വാൻറ്റേജ് ക്യാമ്പയിൻ ബഡ്ജറ്റ്, AB ടെസ്റ്റ്, സ്പെഷ്യൽ ആഡ് കാറ്റഗറീസ്, ഇതൊക്കെ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്. നമ്മൾ ഈ എൻഗേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ്, ലീഡ് ഒബ്ജക്റ്റീവ് ഒക്കെ ചൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ അതായത് ഈ മെത്തേഡുകൾ അഡ്വാൻറ്റേജ് ക്യാമ്പയിൻ ബഡ്ജറ്റ്, AB ടെസ്റ്റ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്ത ലെയറിലോട്ട് പോയി. ദെൻ എന്ത് ചെയ്യാണ്, നമ്മൾ നെയിം നമ്മൾ എന്ത് ചെയ്യുന്നു, കോപ്പി ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെയും ഫിക്സ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടില്ലേ, ബി ലേൺ അക്കാദമി 13/8/2000 ഇത് ഈ നെയിം എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഇവിടെയും കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ദെൻ അടുത്തതായിട്ട് വരും, അടുത്ത നമ്മൾ എന്ത് ചെയ്യാണ്, ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ് ചൂസ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ നമുക്ക് ഏത് ഒബ്ജക്റ്റീവ് ചൂസ് ചെയ്യാം, ആരെങ്കിലും ഒന്ന് പറയാമോ, മൃദുല പറയാമോ? ഹലോ മൃദുല, ഇതിൽ നമുക്ക് ഏതൊക്കെ ഒബ്ജക്റ്റീവ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും? ഇന്നലെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നല്ലോ. റേഞ്ച് ഇഷ്യൂ ഉണ്ടോ? ഹലോ, അതായത് നമ്മൾ ഈ ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ഏത് ഒബ്ജക്റ്റീവാണ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുക? ഏത് പെർഫോമൻസ് ഗോളോ? ഹലോ, ഇപ്പോൾ നമ്മൾ ഇത് നോക്കുക, അതായത് നമ്മൾക്ക് ഇതിൽ നമ്മൾ മാക്സിമം ഹലോ പറഞ്ഞോളൂ. ആ, അതില് അതായത് മാക്സിമം റീച്ച് ഓഫ് ആഡ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യും, ഈ 3 ഓപ്ഷൻസ് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ നമ്മൾ പെർഫോമൻസ് ഗോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ മാക്സിമം റീച്ച് ഓഫ് ആഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മാക്സിമം റീച്ച് ഓഫ് ആഡ്സ്? നല്ല ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹലോ, മാക്സിമം റീച്ച് ഓഫ് ആഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, ഇത് മറക്കുന്നുണ്ടോ നിങ്ങൾ? നോട്ടിൽ എഴുതി വെക്കണേ. പറഞ്ഞോളൂ. ഹലോ,
മാക്സിമം ആൾക്കാരിലേക്ക് ഈ ആഡ് എത്തിക്കുക എന്നുള്ളത്. ഒന്നുകൂടി പറഞ്ഞോളൂ, ഈ വോയിസ് എന്തോ ബ്രേക്കായി. അതായത് ഇത്രേ ഉള്ളൂ, നമ്മൾ കൊടുക്കുന്ന ബഡ്ജറ്റിൽ നമ്മൾ എന്ത് ചെയ്യാണ്, മാക്സിമം ആളെ കാണിക്കുക എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ മാക്സിമം റീച്ച് ഓഫ് ആഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാണ്, ഈ 100 രൂപക്ക് നമ്മൾ മറ്റനോട് പറയാണ് ഈ 100 രൂപക്ക് എത്ര ആൾക്കാർ, അതായത് പെർഫോമൻസ് ഗോൾഡ് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, പെർഫോമൻസ് ഗോൾഡിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതിന്റെ താഴെ നമ്മളെ പേര് കൊടുത്തില്ല, അതിന്റെ താഴെ ക്യാമ്പയിൻ ഡീറ്റെയിൽസ് ആണല്ലോ. എവിടെയാണ്? ആഡ് സെറ്റിൽ എത്തിയിട്ടുണ്ടാവില്ല. അതായത് നിങ്ങൾ ഇനി പറയുമ്പോൾ ആഡ് സെറ്റിലാണോ ക്യാമ്പയിൻ ഒബ്ജക്റ്റീവിലാണോ ആഡിലാണോ എന്ന് പറയണം, എന്നാലേ നമുക്ക് കറക്റ്റ് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇനി മുതൽ അങ്ങനെ പറയണേ, ഇവിടെ എവിടെയെന്ന് പറയുന്നത് ആഡ് സെറ്റിലാണോ ആഡിലാണോ, രണ്ടാമത്തെ ലെയറിലാണോ ഫസ്റ്റ് ലെയറിലാണോ? ഫസ്റ്റ് ലെയറാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ എടുക്കുക. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ആഡ്സ് മാനേജറിൻ്റെ ഡാഷ്ബോർഡ് ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, മാറ്റം ഉണ്ടാവും കേട്ടോ, ചില അക്കൗണ്ടുകൾ മാറ്റം ഉണ്ടാവും. അപ്പോൾ അതിനാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നോക്കണം എന്ന് പറഞ്ഞത്. ഓക്കെ, ഇതിലെന്താ ഇഷ്യൂ എന്താണ്, ഇതിൽ നമുക്ക് ക്യാമ്പയിൻ നെയിം മാത്രം കൊടുക്കാനുള്ളൊരു ഓപ്ഷന് നമുക്ക് ഫസ്റ്റ് വരുന്നുള്ളൂ, വേറെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് അടിച്ചാൽ മതി. ഓക്കെ, ക്യാമ്പയിന് നെയിം കൊടുക്കുക, ദെൻ എന്ത് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. ദെൻ എന്ത് ചെയ്യുക, നമ്മളോട് ഫസ്റ്റ് ചോദിക്കുന്നത് പെർഫോമൻസ് ഗോൾ എന്താണെന്നുള്ളതാണ്. ഓക്കെ, ആഡ് സെറ്റിൽ നമ്മൾ ഫസ്റ്റ് ക്ലിക്ക് ചെയ്യേണ്ടത്, അതായത് ഫസ്റ്റ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് പെർഫോമൻസ് ഗോളാണ്. അതായത് ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, മാക്സിമം റീച്ച് ഓഫ് ആഡ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ചൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ കൊടുക്കുന്ന പൈസക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, മാക്സിമം ആൾക്കാരെ കാണിക്കുക എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെറ്റിനോട് പറയുന്നത്. അതായത് 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ആ 100 രൂപയ്ക്ക് എത്ര ആൾക്കാരെ കാണിക്കാൻ പറ്റും അത്രയും ആൾക്കാരെ മെറ്റിനോട് കാണിക്കാൻ പറയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, മാക്സിമം റീച്ച് ഓഫ് ആഡ്സ് കൊടുത്തു. ദെൻ എന്ത് ചെയ്യണം, നമ്മളെ ഫേസ്ബുക്ക് പേജ് ചൂസ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. ഫേസ്ബുക്ക് പേജിൽ ഞാൻ എന്ത് ചെയ്തു, ബിലേൺ ബിലേൺ അക്കാദമി എന്ത് ചെയ്തു കണ്ടു. ഈ ബിലേൺ അക്കാദമി നമ്മൾ എന്ത് ചെയ്തു, ചൂസ് ചെയ്തു. അപ്പോൾ ഈ കോസ്റ്റ് പെർ റിസൾട്ടൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് വരുന്നത് എന്താണ്, ബഡ്ജറ്റാണ്. ബഡ്ജറ്റിൻ്റെ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ലൈഫ് ടൈം ബഡ്ജറ്റാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്, ഡെയിലി ബഡ്ജറ്റ് അല്ല. ലൈഫ് ടൈം ബഡ്ജറ്റ് നമ്മൾ എന്ത് ചെയ്തു, ഒരു 847 കൊടുത്തു. അതായത് 1000 രൂപേൻ്റെ GST എമൗണ്ട് കുറച്ചിട്ട് 847 കൊടുത്തു. ഞാൻ എന്ത് ചെയ്യുകയാണ്, ഒരു 10 ദിവസം ഓടിക്കോട്ടത്. അതായത് ഇന്ന് 13 തൊട്ട് 23 വരെ എന്ത് ചെയ്യുകയാണ്, ഈ ക്യാമ്പയിൻ ഓടട്ടെ. ഡേറ്റും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡേറ്റ് കൊടുക്കുമ്പോൾ നമ്മളോട് പറയുന്നത് 881 കൊടുക്കാനാണ്. അതായത് മിനിമം എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, 881 കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഡേറ്റ് ഇങ്ങോട്ട് ഇടാം. ഓക്കെ, അപ്പോൾ ആ എറർ പോയിട്ടുണ്ട്. ഓക്കെ, ദെൻ അടുത്തത്, അതായത് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ബഡ്ജറ്റ് നമ്മൾ ലൈഫ് ടൈം ഫിക്സ് ചെയ്തു, സ്റ്റാർട്ട് ഡേറ്റ് എൻഡ് ഡേറ്റ് നമ്മൾ ഫിക്സ് ചെയ്തു. ദെൻ അടുത്തത് വരുന്നത് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ലൊക്കേഷനാണ്. ലൊക്കേഷൻ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ് ലൊക്കേഷൻ, നമ്മൾ കേരള ആണ് കൊടുക്കുന്നത്. ഓക്കെ, കേരള കൊടുത്തു. അതുപോലെ നമ്മൾ കൊടുക്കുന്നതാണ് ബാംഗ്ലൂർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ബാംഗ്ലൂരും നമ്മൾ ലൊക്കേഷൻ കൊടുക്കുന്നുണ്ട്. നമുക്ക് മൾട്ടിപ്പിൾ ലൊക്കേഷൻ കൊടുക്കുക.
ഓക്കെ, ബാംഗ്ലൂർ ലൊക്കേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ കാണിക്കുന്നത് കണ്ടില്ല, അതായത് നമ്മൾ കേരള എന്ന് കൊടുത്തപ്പോൾ നമുക്ക് ഇവിടെ കിലോമീറ്റർ വരാത്തത് എന്തുകൊണ്ടാണ്? കേരള നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് സ്റ്റേറ്റ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതായത് കേരള സ്റ്റേറ്റ് നമ്മൾ മൊത്തമായിട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണ്ട, ലൊക്കേഷൻ കിലോമീറ്റർ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ ബാംഗ്ലൂർ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അതിൻ്റെ സിറ്റിയാണ്, അതായത് ബാംഗ്ലൂർ സിറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ബാംഗ്ലൂർ സിറ്റിയിൽ ഒരു 80 കിലോമീറ്റർ, അല്ലെങ്കിൽ കർണാടക മൊത്തമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും, ഒരു 80 കിലോമീറ്റർ റേഡിയസ് നമ്മൾ എന്ത് ചെയ്യാണ് കൊടുത്തിട്ടുണ്ട്. ബാംഗ്ലൂരിൽ ഒരു 80 കിലോമീറ്ററോളം റേഡിയസിൽ നമ്മളെ ക്യാമ്പയിൻ പോകും. അതുപോലെ കേരള ഒട്ടാകെ നമ്മളെ ക്യാമ്പയിൻസ് പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഡേറ്റ് ഏജ് കൊടുത്തു, ബഡ്ജറ്റ് കൊടുത്തു. ഇനി അടുത്ത് നമ്മൾ ഏജ് ആണ് കൊടുക്കുന്നത്. ഏജ് നമ്മൾ ഫിക്സ് ചെയ്തിട്ട് ആ അവിടെ ആ ടിക്ക് ബോക്സിൽ നമ്മൾ ടിക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഈ ഒരു ഓപ്ഷനോ? അല്ല, അവിടെ അതിന്റെ ലൊക്കേഷന്റെ അതന്നെ ഇതാണോ? ഇത് ഞാൻ പറഞ്ഞുതരാവുന്നതാണ്. അതായത് ഇത് നമ്മൾ ചെറിയ ലൊക്കേഷനൊക്കെ വരില്ലേ, അതായത് ഇപ്പോൾ കോഴിക്കോടൊക്കെ വരില്ല, നമുക്ക് റേഡിയസ് വൈസ് ഒക്കെ നമ്മൾ കൊടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, ഇപ്പോൾ നമ്മൾ ഇന്ന് നിന്ന ഇന്ന് ഇപ്പോൾ നമ്മൾ മഞ്ചേരി ആണെങ്കിൽ നാളെ നമ്മൾ എവിടേക്ക് പോകും, ചിലപ്പോൾ കോഴിക്കോടൊക്കെ പോയിന്ന് വരും ഇല്ലേ. അപ്പോൾ നമ്മൾ ഇത്രേ ഉള്ളൂ, നമ്മൾ സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചില ബിസിനസ്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ടാവും. അതായത് നമ്മളിപ്പോൾ നമ്മളൊരു അഡ്വർടൈസറാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നാളെ ബാംഗ്ലൂർ പോവുകയാണ്. അപ്പോൾ ബാംഗ്ലൂർ പോകുമ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു ലൊക്കേഷനിൽ, അതായത് ഞാൻ കൊടുത്ത ഡേറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, ബാംഗ്ലൂരിലുണ്ട്. പക്ഷേ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, തിരിച്ച് അന്നേ ദിവസം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, തിരിച്ചു പോരുന്നുണ്ട്. ഞാൻ ആ കൊടുത്ത ടാർഗറ്റിങ്ങിൽ ഇൻട്രസ്റ്റഡ് ആണ്. അപ്പോൾ അന്നേ ദിവസം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, റിട്ടേൺ പോരുന്നുണ്ട്. അപ്പോൾ റിട്ടേൺ പോകുന്നു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഈ ഒരു ബാംഗ്ലൂർ ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ ആഡ് കാണിക്കും. ദെൻ എന്ത് ചെയ്യുകയാണ്, നമ്മൾ ആ ലൊക്കേഷനിൽ നിന്ന് തിരിച്ച് നമ്മൾ കേരളത്തിലോട്ട് തന്നെ പോകുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുകയാണ്, ആ ലൊക്കേഷനിൽ നമ്മൾ ഉണ്ടേനും, പക്ഷേ നമ്മൾ ചിലപ്പോൾ ടെലികോളർ വിളിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഞാൻ ആ ലൊക്കേഷനിലല്ല, നമുക്ക് എന്ത് ചെയ്യണം, ആ ലൊക്കേഷൻ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് അവോയ്ഡ് ചെയ്യും. അതായത് ഇത്രേ ഉള്ളൂ, റീസെൻ്റ്ലി ലൊക്കേഷനും ലിവിങ് ലൊക്കേഷനാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ചില ആൾക്കാർ ചില ബിസിനസ്സുകൾ നമുക്ക് ലിവിങ് ലൊക്കേഷൻ ഉണ്ട്, അതായത് താമസിക്കുന്ന ആൾക്കാർ ഇപ്പോൾ ലൈക്ക് എന്ത് ചെയ്യാണ്, ഈ സർവീസ് ഓറിയൻറ്റഡ് ബിസിനസ്സുകൾ ഇവരൊന്നും എന്ത് ചെയ്യൂല, ഓലൊരു ടെറിട്ടറി, ഐ മീൻ ഓലൊരു ലൊക്കേഷൻ വെച്ചിട്ട് ഓല് പുറത്ത് പോകൂല. ഓക്കെ, ചില ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, എവിടുന്ന് വന്നു കഴിഞ്ഞാലും അത് ബിസിനസ് ആക്കാനില്ല ഒരു പോസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, അതാണ് ഈ ലൊക്കേഷൻ വരുന്നത്. ഇപ്പോൾ നമുക്കത് ഹയറിങ്സിലൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യുക കൂടുതലായിട്ടും വരിക. അതുപോലെ ചെറിയ ലൊക്കേഷൻ ബേസ്, ഈ റേഡിയസ് ബേസിലൊക്കെ നമ്മൾ കൊടുക്കുമ്പോഴും ഇത് യൂസ്ഫുൾ ആവും. അതായത് നമ്മൾ ലിവിങ് ലൊക്കേഷനിൽ നിൽക്കുന്ന ആൾക്കാരെ എടുക്കാനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഓപ്ഷൻ ചൂസ് ചെയ്യുന്നത്. ഇത് അൺടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ലിവിങ് ലൊക്കേഷൻസ് കിട്ടും. ഓക്കെ, നമ്മൾ കൂടുതലായിട്ട് പഠിക്കും എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇത് കൊടുക്കാറുണ്ടോ ഷാഹിദ? ഓക്കെ, അത് നമ്മൾക്ക് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നമ്മൾ കൊടുക്കുന്ന ലൊക്കേഷനിലല്ലാത്ത ലൊക്കേഷനും ചിലപ്പോൾ നമുക്ക് കുറച്ചും കൂടി വൈഡറായിട്ട് നമുക്ക് എന്ത് ചെയ്യും, ലൊക്കേഷൻസ് പോകും. ഇപ്പോൾ ഓഡിയൻസ് സൈസ് കൂടും, പക്ഷേ നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവില്ല, ആ വൈഡറായിട്ടുള്ള ലൊക്കേഷനിൽ നമുക്ക് എന്ത് ചെയ്യില്ല, ബിസിനസ് കിട്ടിക്കോളന്നില്ല. ലീഡ് കിട്ടും, പക്ഷെ ബിസിനസ് കിട്ടൂല. ചിലപ്പോൾ എന്ത് ചെയ്യും, അതായത് നമുക്ക് ഈ ഓൺലൈൻ പരമായിട്ടും അതുപോലെ വൈഡ് ലൊക്കേഷനിൽ നമ്മൾ ബിസിനസ് ചെയ്യുമ്പോഴൊക്കെ നമുക്കത് യൂസ്ഫുൾ ആണ്. പക്ഷെ നമ്മളൊരു ലൊക്കേഷൻ സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ചെയ്യുമ്പോൾ നമുക്കത് യൂസ്ഫുൾ ആവില്ല. കാരണം എന്താണ്, നിങ്ങളുടെ ബിസിനസ്സിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഓണാക്കുന്നത് കുഴപ്പമുണ്ടാവില്ല. കാരണം നിങ്ങൾക്ക് എന്താണ്, ഏത് ലൊക്കേഷൻ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് എടുക്കാനുള്ള ഒരു പോസിബിലിറ്റീസ് ഇല്ലേ, ഉണ്ട്. പക്ഷെ നമ്മൾ ഏജ്, അതായത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ കേരളത്തിലൊക്കെ ഇന്ത്യക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് എന്ത് ചെയ്യണേ, അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കോഴിക്കോട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റെഫ്രിജറേറ്ററിൻ്റെ അഡ്വർടൈസ്മെൻറ്റുകൾ ചെയ്യും. ഹലോ, കേൾക്കുന്നുണ്ടോ?
അതായത് കോഴിക്കോട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റെഫ്രിജറേറ്ററിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ നാളെ ഒരു ഞായറാഴ്ച നിങ്ങൾ കോഴിക്കോട് പോവുകയാണ്. അപ്പോൾ കോഴിക്കോട് പോയപ്പോൾ എന്ത് ചെയ്യുന്നു, ആ ആഡ് കണ്ടു. ആഡ് കണ്ടിട്ട് എന്ത് ചെയ്യാണ്, നിങ്ങൾ അതിൽ എൻക്വയറി ചെയ്തു. തിരിച്ച് നിങ്ങൾ അന്നേ ദിവസം റിട്ടേൺ പോരുകയാണ്. എന്നിട്ട് ഓലെ ടെലികോളേഴ്സ് നിങ്ങളെ വിളിച്ചിട്ട് പറയാണ്, ഇങ്ങനെ നിങ്ങളൊരു എൻക്വയറി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾ പറയാണ്, അത് ഞാൻ അവിടെ ആയപ്പോൾ, അതായത് ഈ ലൊക്കേഷൻ അങ്ങോട്ട് നിങ്ങൾ ഫ്രിഡ്ജ് എടുക്കാനും വേണ്ടിയിട്ട് കോഴിക്കോട് വരെ പോകുമോ? നമ്മൾ റീസെൻ്റ് ആയിട്ടുള്ള ആ ലൊക്കേഷൻ മാത്രമല്ലേ നമ്മൾ നോക്കുള്ളൂ. ഓക്കെ, അപ്പോൾ അതായത് സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സുകൾ ഉണ്ടാവും. അതായത് ഓൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കുറച്ചുകൂടി ഇപ്പോൾ ഒരു 30 കിലോമീറ്റർ റേഡിയസ് ആണെന്നുണ്ടെങ്കിൽ ആ 30 കിലോമീറ്റർ അപ്പുറത്തേക്ക് ചിലപ്പോൾ എന്ത് ചെയ്യില്ല, ഒരു ബിസിനസ് എടുക്കാൻ ചാൻസ് വളരെ കുറവായിട്ടില്ല കുറച്ച് ഏരിയാസ് ഉണ്ട്. ആ ഒരു കാറ്റഗറിയിൽ വരുമ്പോഴാണ് നമുക്കിത് വരുന്നത്. പിന്നെ നമുക്ക് കുറച്ചും കൂടി എന്ത് ചെയ്യും, മറ്റേ കുറച്ചും കൂടി വൈഡായിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ക്യാമ്പയിൻസ് ആൾക്കാരെ കാണിക്കും. അതാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് ഓഡിയൻസ് സൈസ് കൂടും, പക്ഷെ നമുക്ക് കുറച്ചുകൂടി പ്രിസൈസ് ആയിട്ടുള്ള ഓഡിയൻസിന് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഓപ്ഷൻ അൺടിക്ക് ചെയ്യണം. ഓക്കെ ആണോ? അപ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം ഇതെന്താണെന്നുള്ളത്. ഓക്കെ, ഇനി അടുത്ത് വരുന്നതാണ് നമ്മൾ ഏജ് എന്ന് പറയുന്നത്. ഏജ് നമ്മൾ എന്ത് ചെയ്യാണ്, പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒരു 24 ഏജ് കാറ്റഗറിയാണ്. ജെൻഡർ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓൾ ജെൻഡർ കൊടുത്തു. ഓക്കെ, ഡീറ്റെയിൽ ടാർഗറ്റിംഗ് ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അപ്പോൾ നമ്മൾ ചെയ്യുന്നില്ല. ഡീറ്റെയിൽ ടാർഗറ്റിംഗ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സെക്ഷൻ തന്നെ വേണം നമുക്കത് പഠിക്കാൻ. ഓക്കെ, ദെൻ അടുത്ത് വരുന്നതാണ് നമ്മൾ ലാംഗ്വേജ് വരുന്നുണ്ട്. അതായത് നമ്മൾ ഇപ്പോൾ ഈ ബാംഗ്ലൂരൊക്കെ മലയാളീസ് അല്ലാത്ത കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് ലാംഗ്വേജ് കൊടുക്കണം. നമ്മളെ വീഡിയോ എന്താണ്, മലയാളം ലാംഗ്വേജാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, മലയാളം ലാംഗ്വേജ് കൊടുത്തു. പിന്നെ അധികം ഇംഗ്ലീഷ് അറിയുന്ന ആൾക്കാർക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഇംഗ്ലീഷ് കൊടുക്കുന്നില്ല, മലയാളം ലാംഗ്വേജ് കൊടുത്തു. മലയാളം ലാംഗ്വേജ് കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നാമത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബാംഗ്ലൂർ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് പോകുന്നുണ്ട്. അപ്പോൾ ബാംഗ്ലൂർ അഡ്വർടൈസ്മെൻറ്റ് പോകുമ്പോൾ അവിടെ മൾട്ടി ലാംഗ്വേജ് സ്പീക്ക് ചെയ്യുന്ന പീപ്പിൾസ് ആണ് ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്യും, ആ ലൊക്കേഷനിൽ നമുക്ക് എല്ലാവരെയും കാണിക്കേണ്ട ആവശ്യമില്ല, മലയാളീസിനെ മാത്രം കാണിച്ചാൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ആഡ് ഒന്നാമത് മലയാളമാണ്, അതായത് സ്പീക്ക് ചെയ്യുന്നത് മലയാളമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, മലയാളം ലാംഗ്വേജ് കൊടുത്തു. ഓക്കെ, ഇനി പ്ലേസ്മെൻ്റ് ഉണ്ട്. പ്ലേസ്മെൻറ്റിൽ നമുക്ക് മാനുവൽ പ്ലേസ്മെൻ്റ് ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഏതൊക്കെ ഡിവൈസസിലാണ് പോകേണ്ടത്. ഞാൻ എന്ത് ചെയ്യുന്നില്ല, ത്രെഡ്സിൽ പോകുന്നില്ല, അതുപോലെ ഓഡിയൻസ് നെറ്റ്വർക്കിലും പോകുന്നില്ല. എന്ത് ചെയ്യുന്നുള്ളൂ, ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മാത്രം പോകുന്നുള്ളൂ. ഓഡിയൻസ് നെറ്റ്വർക്കോ, ഓഡിയൻസ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെബ്സൈറ്റുകൾ കണ്ടിട്ടില്ലേ നിങ്ങൾ, തേർഡ് പാർട്ടി വെബ്സൈറ്റുകൾ, അതിലൊക്കെ നിങ്ങൾക്ക് ആഡ് വരുന്ന കണ്ടിട്ടില്ലേ? വെബ്സൈറ്റ് ഒക്കെ എടുക്കുമ്പോൾ അതായത് വെബ്സൈറ്റ്, അതായത് ഓഡിയൻസ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ്ബുക്കിൻ്റെ ഒരു തേർഡ് പാർട്ടി കമ്പനിയാണ്. തേർഡ് പാർട്ടി കമ്പനി എന്നല്ല, അതായത് നിങ്ങൾക്ക് അപ്ലിക്കേഷൻസ്, ഗെയിംസ്, അതുപോലെ ആപ്പുകൾ, IM ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിലൊക്കെ നിങ്ങൾക്ക് ആഡുകൾ വരുന്ന കണ്ടിട്ടില്ലേ, പരസ്യങ്ങൾ വരുന്ന കണ്ടിട്ടില്ലേ, തേർഡ് പാർട്ടി അപ്ലിക്കേഷൻസ് ഒക്കെ എടുക്കുമ്പോൾ. അതാണ് ഈ ഓഡിയൻസ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമ്മൾ ആഡ് എന്ത് ചെയ്യും, ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും അല്ലാതെ എന്ത് ചെയ്യും, വെബ്സൈറ്റുകളിൽ അതുപോലെ ആപ്പുകളിലൊക്കെ നമ്മളെ അഡ്വർടൈസ്മെൻറ്റുകൾ കാണിക്കും. ഓക്കെ, അതായത് നമ്മളെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാമും കൂടാതെ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് എന്ത് ചെയ്യും, ഇതുപോലെ വെബ്സൈറ്റുകളിൽ ആപ്പുകളിലൊക്കെ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് കാണിക്കും. അപ്പോൾ എനിക്കെന്ത് വേണ്ട, അവിടെ ഒന്നും എൻ്റെ ആഡ് കാണിക്കണ്ട, പക്ഷേ അവിടെ ഒന്നും എനിക്ക് എന്ത് ചെയ്യണ്ട, ആഡ് കാണിക്കണ്ട. ഓഡിയൻസ് നെറ്റ്വർക്കിൽ എനിക്ക് ആഡ് കാണിക്കണ്ട, എനിക്ക് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും മാത്രം എന്ത് ചെയ്താൽ മതി, ആഡ് കാണിച്ചാൽ മതി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും മാത്രം എന്ത് ചെയ്തു, എനേബിൾ ചെയ്തു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാണ് നമ്മൾ. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, പേര് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ നമ്മൾ ക്രിയേറ്റ് ഇമേജ് ഓർ വീഡിയോ എന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വീഡിയോയിൽ നമ്മൾ ഇവിടെ ഇൻസ്റ്റൻറ്റ് എക്സ്പീരിയൻസ് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ മൾട്ടി അഡ്വർടൈസർ ഓഫ് ആക്കണം.
ദെൻ ഇവിടെ സെറ്റപ്പ് ക്രിയേറ്റീവിൽ നമ്മളെ ഇമേജ് ആണോ വീഡിയോ ആണോ ചോദിക്കും. നമ്മൾ എന്താണ് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ നമ്മൾ എന്ത് ചെയ്യണം, ഇതിലോട്ട് പബ്ലിഷ് ചെയ്യണം. ഓക്കെ, ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, വീഡിയോ ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് പോസ്റ്റാണ്. ഓൾറെഡി അപ്ലോഡ് ചെയ്തൊരു വീഡിയോ നമ്മൾ എന്ത് ചെയ്യാണ്, പോസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ നമ്മൾ അങ്ങനെയല്ല ചൂസ് ചെയ്യുന്നത്. അതായത് നമ്മളൊരു ആഡായിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഇമേജ് ആണ് വീഡിയോ ആണ് ചോദിക്കും, വീഡിയോ ആഡ് ചൂസ് ചെയ്തു. ദെൻ എന്ത് ചെയ്തു, അക്കൗണ്ടിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വീഡിയോ ചൂസ് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യുന്നു, വീഡിയോ നമ്മൾ എന്ത് ചെയ്യുന്നത് ചൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വീഡിയോ മീഡിയയിൽ നമ്മളെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ദെൻ എന്ത് ചെയ്യുക, നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക. പിന്നെ നമ്മളോട് ട്രിം ചെയ്യണമെന്ന് ചോദിക്കും. ട്രിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ ലെങ്ത്ത് കുറക്കണമെന്ന് ചോദിക്കും. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇത് എഡിറ്റ് ചെയ്ത ഫൈനൽ ചെയ്ത വീഡിയോ ആണ്. എന്ത് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, ദെൻ അടുത്തത് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ ചൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ 3 പ്ലേസ്മെൻറ്റുകളാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് റീൽസ് റേഷ്യോ, അതുപോലെ പോസ്റ്റിൻ്റെ റേഷ്യോ, അതുപോലെ വീഡിയോ റേഷ്യോ. അപ്പോൾ ഈ ഒരു റേഷ്യോയിൽ നമ്മൾ ആഡ് പോകില്ല. അതായത് 16:9 എന്ന് പറഞ്ഞ റേഷ്യോയിൽ നമ്മൾ ആഡ് പോകില്ല. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഒന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 16:9 ഇങ്ങനെ റേഷ്യോയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് ഫൈനൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ഒറിജിനലായിട്ട് തന്നെ കീപ്പ് ഓൺ ചെയ്ത് പോവുക. ഓക്കെ, ദെൻ എന്ത് ചെയ്യുക, നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. പ്രൈമറി ടെസ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്യുന്നു. നമുക്ക് പിന്നീട് കൊടുക്കാം. ഓക്കെ, ഓക്കെ, നമ്മളെന്ത് ചെയ്യുന്നത്, ഇവിടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡെസ്റ്റിനേഷൻ ഓപ്ഷൻ ഉണ്ട്. ഈ ഡെസ്റ്റിനേഷൻ നമ്മൾ എന്ത് ചെയ്യുക, അൺടിക്ക് ചെയ്യുക. ഓക്കെ, അതായത് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ആപ്പുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാണ്, മെസ്സേജ് അയക്കാൻ. അതായത് ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇവിടെ നമുക്ക് മെസ്സേജ് അയക്കാനൊരു ഓപ്ഷൻ ഉണ്ടാവും. കോൾ ബട്ടൺ കൊടുക്കണം, അതുപോലെ ഇൻസ്റ്റഗ്രാം കൊടുക്കണം. അതായത് ഈ ആഡ് കണ്ടിട്ട് എൻക്വയറി ചെയ്യാൻ ഉള്ള രീതിക്ക് നമുക്ക് എന്തെങ്കിലും കൊടുക്കണമെന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഡെസ്റ്റിനേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നില്ല,
നമ്മൾ കൊടുക്കുന്നില്ല. അതായത് നമ്മളെ ഇഫ് യു ആഡ് ഡെസ്റ്റിനേഷൻ യു ക്യാൻ സെൻഡ് പീപ്പിൾ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ടാപ്ഡ് ടു ക്ലിക്ക് യുവർ വെബ്സൈറ്റ് ഓർ ഫുൾ സ്ക്രീൻ എക്സ്പീരിയൻസ്. അത് ഈ ഒരു എക്സ്പീരിയൻസ് നമ്മൾ പൊതുവേ നമ്മൾ എന്ത് ചെയ്യില്ല, അവയർനെസ് ആഡുകളിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാറില്ല. ഓക്കെ, അതായത് നമുക്ക് അതിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള എൻഗേജ്മെൻറ്റ് ക്യാമ്പയിനുകൾ കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്യുക. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒരു പ്രൈമറി ടെസ്റ്റ് നമുക്ക് ഫിക്സ് ചെയ്താൽ മതി. ഓക്കെ, ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടി നോക്കാം. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളെ ആഡ് ഒന്നുകൂടി ഒന്ന് നോട്ടീസ് ചെയ്യുക. ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് നമ്മൾ ചെയ്ത കാര്യം എന്ന് പറയുന്നത് ക്യാമ്പയിനാണ്. അതായത് ക്യാമ്പയിന് ഫസ്റ്റ് ഒബ്ജക്റ്റീവിൽ നമ്മൾ എന്ത് ചെയ്തു, അവയർനെസ് ചൂസ് ചെയ്തു. ദെൻ എന്ത് ചെയ്യുകയാണ്, നമ്മളൊരു ക്യാമ്പയിനൊരു പേര് കൊടുത്തു. അതായത് ബ്ലൂ ലേൺ അക്കാദമി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, പേര് കൊടുത്തു. ദെൻ എന്ത് ചെയ്യണം, നമ്മൾ പിന്നെ ഫസ്റ്റ് ലെയറിലൊന്നും ചെയ്തിട്ടില്ല. രണ്ടാമത്തെ ആഡ്സെറ്റ് ലെയറിലോട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എത്തിയിട്ടുണ്ട്. ഇവിടെയും നമ്മൾ എന്ത് ചെയ്തു, സെയിം നെയിം തന്നെ നമ്മൾ ഇവിടെയും പേസ്റ്റ് ചെയ്തു. പെർഫോമൻസ് ഗോളിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് എന്താണ്, മാക്സിമൈസ് റീച്ച് ഓഫ് ആഡ്സ് ആണ് നമ്മളത് പെർഫോമൻസ് ഗോൾ ചൂസ് ചെയ്തിട്ടുള്ളത്. ഫേസ്ബുക്ക് പേജ് നമ്മൾ ചൂസ് ചെയ്തു. അതെ, നമ്മൾ ഗോൾ നമ്മൾ പെർഫോമൻസ് പറഞ്ഞോളൂ, എന്താണ് റീച്ചിന്റെ ആണല്ലോ സെലക്ട് ചെയ്തത്. റീച്ചിന്റെ ആണല്ലോ ഗോൾസ് സെലക്ട് ചെയ്തത്. അപ്പൊ ഇന്നലെ സെലക്ട് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഇന്നലെ വേറെ സെലക്ട് ചെയ്തത്. ഇന്നലെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് എന്താണ്, വീഡിയോ വ്യൂസ് ആണ്. വ്യൂസ് ആണ്. പക്ഷെ ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തത് റീച്ചാണ്. കാരണം നമ്മൾ കേരളത്തിലും ബാംഗ്ലൂരിലും നമുക്ക് എത്ര ആൾക്കാർക്ക് മാക്സിമം നമ്മൾ പൈസ കൊടുത്തിട്ട് 800, അതായത് 1000 കൊടുത്തിട്ട് മാക്സിമം എത്ര ആൾക്കാരെ കാണിക്കാൻ പറ്റും അത്രയും ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യാണ്, കാണിക്കുകയാണ്. ഓക്കെ, വ്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എത്ര അക്കൗണ്ടിക്ക് റീച്ച്, എത്ര ആൾക്കാരെ കാണിച്ചു എന്നുള്ള കൗണ്ട് നമുക്ക് കിട്ടൂല. റീച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാക്സിമം ആൾക്കാരെ നമുക്ക് കാണിക്കാൻ പറ്റും. ഓക്കെ, വ്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കണ്ട ആൾക്കാർ തന്നെ ചിലപ്പോൾ റിപ്പീറ്റ് കാണാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, റീച്ചാണ് കൊടുക്കുന്നത്. അതായത് ഇവിടെ നമ്മളെ ഗോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെ ഈ ആഡ് മാക്സിമം ആൾക്കാരെ കാണിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് മാക്സിമം ബാംഗ്ലൂരിലെ മാക്സിമം മലയാളീസിലും നമ്മൾ എന്ത് ചെയ്യണം, എത്തണം. അതുപോലെ കേരളത്തിലുള്ള ആൾക്കാരും നമ്മൾ കൊടുത്ത ലൊക്കേഷനിൽ നമ്മൾ ആഡ് കാണിക്കണം. ഓക്കെ, അതാണ് നമ്മളെ ഗോൾ എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്തു, മാക്സിമം റീച്ച് ഓഫ് ആഡ്സ് കൊടുത്തു. ലൈഫ് ടൈം ബഡ്ജറ്റിൽ നമ്മൾ എന്ത് ചെയ്തു, ബഡ്ജറ്റ് 847 നമ്മൾ ഫിക്സ് ചെയ്തു. ദെൻ എന്ത് ചെയ്യാണ്, സ്റ്റാർട്ട് ഡേറ്റ് നമ്മൾ 13 തൊട്ട് ഓഗസ്റ്റ് 22, ഏകദേശം 10 days നമ്മൾ ഫിക്സ് ചെയ്തു. അതായത് ബഡ്ജറ്റ് എന്ന് പറയുന്നത് 847 ആണ്. 13 തൊട്ട് 22 വരെ നമ്മൾ ബഡ്ജറ്റ് ഫിക്സ് ചെയ്തു. പിന്നെ നമ്മൾ ലൊക്കേഷൻ കൊടുത്തിട്ടുള്ളത് എന്താണ്, ബാംഗ്ലൂരും അതുപോലെ കേരളയാണ്. ബാംഗ്ലൂർ നമ്മൾ കൊടുത്തിട്ടുള്ളത് 80 കിലോമീറ്റർ റേഡിയസ് ബാംഗ്ലൂർ കൊടുത്തു. അതുപോലെ കേരള സ്റ്റേറ്റ് നമ്മൾ എന്ത് ചെയ്തു, ടാർഗറ്റ് ചെയ്തു. അതായത് കേരള മൊത്തം ആൾക്കാരെ കാണിക്കാന്നുള്ളത്. പക്ഷെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഈ 847 കൊണ്ട് നമുക്ക് കേരളം മൊത്താകെ കാണിക്കാനുള്ളൊരു ഓപ്ഷൻ നമുക്ക് നിലവിലില്ല. കണ്ടില്ലേ, അതായത് ഡെയിലി നമ്മൾ എന്ത് ചെയ്യാണ്, ഇത്രയും ഓഡിയൻസിൽ നമ്മൾ ഏകദേശം 3000 തൊട്ട് 8000 വരെ ആൾക്കാരെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, റീച്ച് ചെയ്യുള്ളൂ. നമ്മൾ ബഡ്ജറ്റ് കൂട്ടുന്നതിൻ്റെ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൾക്കാരെ നമുക്ക് കൂടുതൽ ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണിക്കാൻ പറ്റും. ലൊക്കേഷൻ കൊടുത്തു. ജെൻഡർ നമ്മൾ ഓൾ ജെൻഡറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂർ നമ്മൾ ക്യാമ്പയിൻ പോകുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മലയാളം കൊടുക്കുന്നുണ്ട്. അതായത് മൾട്ടി ലാംഗ്വേജ് സ്പീക്ക് ചെയ്യുന്ന ഒരു സിറ്റിയാണ് എന്ത്, ബാംഗ്ലൂർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ലൊക്കേഷൻ അതായത് ലാംഗ്വേജ് നമ്മൾ മലയാളം കൊടുത്തു. പിന്നെ അതുപോലെ നമ്മൾ എന്ത് ചെയ്തു, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം നമ്മൾ എന്ത് ചെയ്യുന്നു, ചൂസ് ചെയ്യുന്നു പ്ലാറ്റ്ഫോം. ദെൻ അടുത്തത് നമ്മൾ ആഡിലോട്ട് എത്തി. ആഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രിയേറ്റ് അതായത് ഫോർമാറ്റിൽ നമ്മൾ എന്ത് ചെയ്യാണ്, സിംഗിൾ ഇമേജ് ഓർ വീഡിയോ ആണ് കൊടുത്തിട്ടുള്ളത്. ആഡ് സെറ്റപ്പിൽ നമ്മൾ ക്രിയേറ്റ് ആഡ് കൊടുത്തു, നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തു. ഓക്കെ, ഇതാണ് നമ്മളെ ആഡ് എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടില്ല, ഇതാണ് നമ്മളെ ആഡ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ കാണിക്കും.
നമ്മൾ ആഡ് കണ്ടില്ലേ, അതായത് സ്പോൺസേഡ് ഫേസ്ബുക്ക് സ്റ്റോറീസിൽ നമ്മൾ ആഡ് കാണിക്കുന്നത് ഇങ്ങനെ. അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ആഡ് കാണിക്കുന്നത് ഈ ഒരു രീതിയിലേക്ക്, അതായത് താഴെ എന്ത് ചെയ്യും, സ്പോൺസേഡ് ആഡ് എന്ന് പറഞ്ഞു കണ്ട് എന്ത് ചെയ്യും, നമ്മളെ വിഷ്വൽ എന്ത് ചെയ്യും, കാണിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഓക്കെ ആണോ? നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്യാമ്പയിന് ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു സ്ക്രീൻ റെക്കോർഡ് വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, ഗ്രൂപ്പിൽ സ്ക്രീൻ റെക്കോർഡ് വീഡിയോ ഗ്രൂപ്പിൽ എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ നമുക്കത് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ എൻ്റെ പ്രൊഫൈല് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഈ പ്രൊഫൈലിലോട്ട് നിങ്ങൾ ആഡ് അക്കൗണ്ട് ഷെയർ ചെയ്യുക. ഓക്കെ, ഓക്കെ അല്ലേ? അതിലെന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടോ? ഡൗട്ട് ഉണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യുക, റിപ്പീറ്റ് കാര്യങ്ങൾ പോകുമ്പോൾ പ്രാക്ടീസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, ഓക്കെ അല്ലേ? ഹലോ, ഓക്കെ, താങ്ക് യു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഗ്രൂപ്പിൽ വീഡിയോ മസ്റ്റായിട്ടും എന്ത് ചെയ്യുക, പോസ്റ്റ് ചെയ്യുക. ഈ ഇതിൻ്റെ അതായത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഇതിൻ്റെ ഒരു വീഡിയോ ഫൈനൽ ഔട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫൈനൽ ഔട്ട് റെക്കോർഡ് ചെയ്ത്, അതായത് ഓരോ ലെയറും ഒരു 1 മിനിറ്റ് ടു അതായത് 2 മിനിറ്റ് 3 മിനിറ്റ് വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഗ്രൂപ്പിൽ ഷെയർ ചെയ്താൽ മതി. ഓക്കെ, ചെയ്ത് കഴിഞ്ഞതിന് ശേഷം. ഓക്കെ, താങ്ക് യു.